ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് തൊടുകറികളുടെ റെസിപ്പികളാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം നോക്കാം. അവിയൽ, കൂട്ടുകറി, പുളിയിഞ്ചി, പച്ചടി, വഴുതനങ്ങ ഫ്രൈ, ഇതൊക്കെയാണ്. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നല്ല സദ്യ റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് വെള്ളരിക്ക പച്ചടി റെഡിയാക്കാം. ഇത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുന്നതാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്കും. അപ്പോൾ ഇത് വെള്ളരിക്ക ഞാനൊരു അരക്കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് 2 പച്ചമുളകൊന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി തേങ്ങ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 4 സ്പൂണ് തേങ്ങയിലേക്ക് 2 അല്ലി കറിവേപ്പിലയും പിന്നെ ചെറിയ ജീരകവും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിക്കുന്നുണ്ട്. ഇനി വേവിച്ച വെള്ളയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിന്. ഉപ്പ് പോരായിട്ട് ഇനി അതേ മിക്സിയിൽ കുറച്ച് തൈര് എടുത്തിട്ട് അടിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. കടുകും കറിവേപ്പിലയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് സാമ്പാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏത് സാമ്പാർ കഷ്ണങ്ങളാണോ അതൊക്കെ ഉള്ളത് എടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും പിന്നെ ഒരു അരക്കഷ്ണം ഉള്ളിയും കൂടി ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം അത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒറ്റൊരു വിസിൽ മാത്രം അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഇതാ നമ്മുടെ പച്ചക്കറിയൊന്നും കൊയ്യാണ്ട് തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പുളി പുതർത്തിയ ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാകുന്ന സാമ്പാറാണ്. ഇനി നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് 2 പച്ചമുളക് ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അതിലേക്ക് പച്ചമുളകും ആ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളറ് ആകുന്നവരെ ഒന്ന് വഴറ്റണേ. എന്നിട്ട് നമുക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞ പുളി, നല്ല കട്ടിയുള്ള പുളി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഒരു ചെറിയ കഷ്ണം കൂടി ഞാനത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമുക്ക് അവിയലിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അവിയലിന് വേണ്ട പച്ചക്കറിയൊക്കെ നമ്മൾ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സ്പൂണ് തേങ്ങയും 2 പച്ചമുളകും ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ഒഴിക്കാണ്ട്. ഇനി തൈരും കൂടി ഒന്ന് കുറച്ച് ബീറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത പച്ചക്കറിയിലേക്ക് ആ ഒരു അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അധികം അതിനിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അപ്പോഴും തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കുറച്ച് 2-3 അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ അവിടെ റെഡിയാവും. അതവിടെ ഒരു മൂടിയിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റായിട്ട് വരാൻ. ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 3-4 മണിക്കൂർ കുതിർത്തി വെച്ച കടലയാണ്. അത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ചേനയും പച്ചക്കായും ഇട്ടിട്ട് വീണ്ടും ഒരു 4 വിസിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 4 വിസിൽ വേവിച്ചിട്ട് അതിനുശേഷം ചട്ടിയിലേക്കൊന്ന് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്, അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്
ഒരു 4 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിലേക്ക് അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് തിളക്കട്ടെ. തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ ഇതിലേക്കുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് അതിലേക്കുള്ള തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഈ കൂട്ടുകറിയിലേക്ക് അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബ്രിഞ്ചാളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഡിഷായിട്ട്. അതിനായിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സിമ്പിളാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഈ ബ്രിഞ്ചാൾ ഫ്രൈ. നമ്മളെ സദ്യയിലൊക്കെ സൈഡ് ഡിഷായിട്ട് വെക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞ് സദ്യ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിയൽ, കൂട്ടുകറി, പുളിയിഞ്ചി, കായുപ്പേരി, അച്ചാർ, പച്ചടി, ചോറ്, സാമ്പാർ, പപ്പടം ഇതൊക്കെ കൂട്ടി നല്ലൊരു സദ്യയായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ ഞാനിവിടെ പരിപ്പ് പ്രഥമനും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. പായസം അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ പായസവും പപ്പടം കൂട്ടി അതും നന്നായി കഴിച്ച്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.